അന്വേഷണം നടന്നു വരികയാണ്. നമുക്ക് വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ഒരു ഇതുണ്ടാവും കേട്ടോ. ഈ പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ അന്വേഷിച്ചു എല്ലാ സ്ഥലങ്ങളിലും വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് CCTV നോക്കുകയാണ് കേട്ടോ. കിട്ടിയിരിക്കുന്നത് 10:40 എത്ര മണിയുള്ള സമയത്തുള്ള CCTV കിട്ടുന്നുണ്ട് സാറേ? 12 മണി വരെ എന്നൊക്കെ പറയുന്നത് ഉള്ളതാണ് സാറേ. 12 മണി ഒന്നും കിട്ടിയില്ല. അത് ബാക്കിയുള്ള വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് കുട്ടിയെ ദൃശ്യങ്ങൾ കിട്ടിയത് ഇപ്പോൾ ഈ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള നിയാസാറാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ഈ കൂടുതൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അത് നടക്കുകയാണ്. ഇപ്പോൾ അവർ മറ്റ് പോയിന്റുകളിലേക്ക് കൂടി പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഇവിടെ ഓരോ സ്ഥലത്ത് നിന്ന്, അതായത് ഇപ്പോൾ അവരെടുക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ ഇങ്ങനെയാണ്. ഈ കുട്ടി ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം വരെയുള്ള CCTV ദൃശ്യം പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 12 മണി വരെയുള്ള CCTV ദൃശ്യങ്ങളിൽ ചില വ്യക്തതകളുണ്ട്. അതായത് അവിടെ ഈ CCTV ഉള്ള സ്ഥലങ്ങളടക്കമുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടി അങ്ങനെ യാത്ര ചെയ്താൽ 10:43 എന്ന് പറയപ്പെടുന്ന സമയത്ത് നിന്ന് യാത്ര ചെയ്താൽ കുട്ടി എത്താൻ സാധ്യതയുള്ള അവിടെയുള്ള സ്ഥലങ്ങൾ വരെയുള്ള അവർ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ CCTV കളക്ട് ചെയ്യണം. അവിടെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് കുട്ടി മാറിപ്പോയിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കഴക്കൂട്ടത്ത് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഭാഗത്തെ സ്ഥലം വരെയുള്ള പ്രധാന ഭാഗത്തെ റോഡുകൾക്ക് വശങ്ങളിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതാണ് ഫൈനൽ അപ്ഡേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മണിക്കൂറുകളിൽ അവസാനമായി പറയാൻ കഴിയുന്ന ഒരു ഫൈനൽ അപ്ഡേഷൻ അതാണ്. പോലീസിനെ സംബന്ധിച്ച് ട്രെയിൻ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനുണ്ട്, ഈ പേട്ട റെയിൽവേ സ്റ്റേഷനുണ്ട്, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുണ്ട്, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. പക്ഷേ പോലീസ് വിരൽ ചൂണ്ടുന്നത്, പോലീസ് സംശയിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന ഒറ്റ സംശയം മാത്രമാണ്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും RPF ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ വ്യാപക തിരച്ചിൽ രാത്രി വൈകിയും കഴക്കൂട്ടം മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പുലർച്ചെ അതിനു മുൻപ് തന്നെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്ന് ഇപ്പോൾ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും ഊർജിതമായി നടക്കുകയാണ്. 3 CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി എവിടേക്ക് പോയി എന്നത് കണ്ടെത്താനുള്ള പോലീസിൻ്റെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യം അത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപത്ത് ഒരു കടയിൽ നിന്ന് കിട്ടിയ ദൃശ്യമാണ്. ആ കടയുടെ മുന്നിലൂടെ കുട്ടി നടന്നു പോകുന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ സമയം 10:43 ഇന്ന് രാവിലെ 10:43. അതിനുശേഷം ചാക്ക ഭാഗത്തേക്ക് കുട്ടി പോയി എന്നുള്ള സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ഒരു പക്ഷേ പോലീസ് ഇപ്പോൾ ആ നിലയ്ക്ക് കൂടി അന്വേഷണം ഇപ്പോൾ നടത്തുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വ്യാപകമായ പരിശോധന നടക്കുന്നുണ്ട്. കുട്ടി തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് എത്തിയോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ അഖിൽ ഷാ അൻസാർ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞത് രാവിലെയോടെ തന്നെ പുതിയ വിവരങ്ങൾ കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഊർജിതമായി അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അഖിൽ ഷാ? ഉന്മേഷ്, പ്രധാനമായും ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവച്ച വിവരങ്ങൾ പ്രകാരം ഇത്തരത്തിൽ വിപുലമായൊരു അന്വേഷണമാണ് അല്ലെങ്കിൽ വിപുലമായൊരു തെരച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നഗരത്തിലാകെ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇത്തരത്തിൽ ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് വിപുലമായി നടക്കുന്നു. ഒപ്പം പോലീസിന് ചില പ്രധാനപ്പെട്ട ചില CCTV ദൃശ്യങ്ങൾ, വളരെ വ്യക്തമായ ചില CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും ഈ ACP അടക്കമുള്ള ആളുകൾ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തരത്തിൽ രാവിലെ ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായ ചില ലീഡുകൾ, ചില തെളിവുകളൊക്കെ ലഭിക്കും എന്നുള്ള കാര്യവും ഇത്തരത്തിൽ ഈ ACP ഇപ്പോൾ പ്രതികരിച്ചപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നഗരമാകെ വിപുലമായ ഒരു അന്വേഷണമാണ് കഴക്കൂട്ടം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ നടക്കുന്നുണ്ട്. ഈ സിറ്റി പോലീസിന്റെ വിവിധ സംഘങ്ങളായുള്ള തിരച്ചിലാണ് നിലവിൽ നടക്കുന്നത്. അത് കഴക്കൂട്ടത്തെ വിവിധ പ്രദേശങ്ങളിൽ, ഒപ്പം ഈ പറയുന്ന അന്വേഷണം നടത്തുന്നതിന് ഈ പ്രദേശവാസികളായ ആളുകളുടെ അടക്കം സഹായം
പോലീസ് തേടുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ വിപുലമായ ഈ കുട്ടിയെ കണ്ട് പരിചയമുള്ള ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അധികൃതരടക്കം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ പറയുന്നത്. എന്തായാലും ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള CCTV പരിശോധന നിലവിലും തുടരുകയാണ്. RPF അതിന്റെ പരിശോധന നടത്തി വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ട്രെയിനുകളിൽ തിരുവനന്തപുരത്ത് നിന്ന് പോയ ഏതെങ്കിലും ട്രെയിനുകളിൽ കയറി പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ഉണ്ടാകും. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് പോയ ട്രെയിനുകൾ, അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മറ്റ് റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒപ്പം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, അതൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നുള്ള ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നീക്കത്തിൽ കൂടെയാണ് പോലീസ്. എന്തായാലും നേരം വെളുക്കുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായ ഒരു വിവരം തരാൻ കഴിയും എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അഖിൽ ഷാ അൻസാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശികളുടെ മകൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 13-കാരിയാണ് കാണാതായത്. രാവിലെ വീട്ടിൽ വെച്ച് ചെറിയൊരു വഴക്കുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് സഹോദരങ്ങളുമായി. മാതാവ് അതിൻ്റെ പേരിൽ കുട്ടിയെ ശകാരിച്ചതായി അറിയുന്നു. തൊട്ടു പിന്നാലെ കുട്ടി ഒരു ബാഗുമെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. പക്ഷേ വൈകിയാണ് മാതാപിതാക്കൾ ഈ വിവരം അറിയുന്നത്. അവർ വൈകിട്ടോടെ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിയോടെയാണ് വിവരം കിട്ടിയത് എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. 4:30-യോടെ FIR ഇടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു. പക്ഷേ ഇപ്പോഴും എവിടെയാണ് കുട്ടി എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരമില്ല. നേരത്തെ അസമിലേക്ക് പുറപ്പെട്ട ഒരു ട്രെയിനിൽ കുട്ടി ഉള്ളതായി സംശയമുണ്ടാവുകയും കുട്ടിയെ കണ്ടെത്തിയെന്നുള്ള വാർത്ത പിന്നീട് വരികയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് തന്നെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകി. ആ ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട്, പരിശോധന നടക്കുന്നുണ്ട്. ഇതിനോടകം പ്രധാനപ്പെട്ട 3 CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഒരു കടയിൽ നിന്ന് ശേഖരിച്ച ദൃശ്യമാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നഗരഭാഗത്തേക്കാണ് കുട്ടി പോയിട്ടുള്ളത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഏതായാലും എന്തെങ്കിലും വിവരം കുട്ടിയെക്കുറിച്ച് ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു നമ്പറും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നൽകുന്നുണ്ട്. ഏതായാലും രാത്രി വൈകിയും 13-കാരിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. നമ്മുടെ മുൻപിൽ മറ്റ് ചില സംഭവങ്ങൾ കൂടിയുണ്ട് എന്നതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ഗൗരവമായി തന്നെ ഈ വിഷയം എടുത്തിരിക്കുന്നു. പല സംഘങ്ങളെ പല വഴിക്ക് നിയോഗിച്ചുകൊണ്ട് കേരള പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. പ്രധാന തെളിവുകൾ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് കിട്ടേണ്ടത്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കുട്ടി എവിടേക്ക് പോയി എന്നതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച CCTV ദൃശ്യം ഇന്ന് രാവിലെ 10:43-ന് ലഭിച്ച CCTV ദൃശ്യമാണ്. 10:43-ന് കിട്ടിയ CCTV ദൃശ്യം അനുസരിച്ചാണെങ്കിൽ കുട്ടി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ സമീപത്തുള്ള ഒരു കടയുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ആ കടയുടെ മുൻപിലൂടെ കുട്ടി നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം കുട്ടി റോഡ് മുറിച്ച് കടന്നതിന് ശേഷം എവിടേക്ക് പോയി എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും NH നാഷണൽ ഹൈവേയുടെ ഭാഗത്താകാണ് കുട്ടി എത്തിയിട്ടുള്ളത്. അതിൻ്റെ സമീപത്ത് കൂടിയാണ് കുട്ടി നടക്കുന്നത്. അതുകൂടി പരിശോധിച്ച ശേഷമാണ് ഒരു പക്ഷേ തിരുവനന്തപുരം ഭാഗത്തേക്കായിരിക്കാം കുട്ടിയുടെ യാത്ര എന്ന് പോലീസ് പറയുന്നു. പക്ഷേ അവിടേക്ക് എത്തുന്നതിന് മുൻപ് ഒരുപാട് ഇടറോഡുകളുണ്ട്. കുട്ടി എവിടേക്കെങ്കിലും തിരിഞ്ഞു പോയിട്ടുണ്ടോ, ഏതെങ്കിലും ഭാഗത്തേക്ക് മാറി സഞ്ചരിച്ചിട്ടുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടി ഇപ്പോഴെവിടെയാണ്, എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ അതോ എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള പല സാധ്യതകൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. അഖിൽ ഷാ സാർ ഇപ്പോൾ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അഖിൽ ഷാ, ഇപ്പോൾ ഈ ഒടുവിൽ ലഭ്യമായ വിവരം 10:43-ന് കുട്ടി കഴക്കൂട്ടത്തെ പോലീസ് സ്റ്റേഷൻ സമീപത്തെ ഒരു കടയുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ ഈ പരിശോധന തിരച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ പോലീസിന് ഇപ്പോൾ കുട്ടി വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ അതോ ഈ നഗരഭാഗത്തേക്ക് തന്നെയാണോ പോയിട്ടുള്ളത്? അങ്ങനെ ഒരു സ്ഥിരീകരണം നൽകാൻ പോലീസിന് ഇപ്പോൾ കഴിയുന്നുണ്ടോ? അവർക്ക് ഒടുവിൽ ലഭ്യമായ CCTV ദൃശ്യങ്ങൾ വെച്ച് പോലീസിന് അഖിൽ ഷാ? ഉന്മേഷ്, അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല. നേരത്തെയാണ് നമ്മളോട് ACP സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ചില CCTV ദൃശ്യങ്ങൾ, വളരെ വ്യക്തമായ ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി എങ്ങോട്ടേക്കാണ് പോയത്, കുട്ടി എവിടെയാണ് എത്തിയത്
തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും ഈ 12:30 വരെയുള്ള ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ഈ പറയുന്ന കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ പോകുന്ന പെൺകുട്ടി അതിന് പിന്നാലെ റോഡ് മുറിച്ച് കടക്കുന്നു. റോഡ് മുറിച്ച് കടന്ന ശേഷം പിന്നീട് പെൺകുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് കൂടുതൽ CCTV ദൃശ്യങ്ങൾ അതിനായി പരിശോധിക്കേണ്ടതുണ്ട്. അത് ഈ പരിസരത്ത് വ്യാപകമായി, അതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞുള്ള സ്ഥലങ്ങളിൽ വ്യാപകമായൊരു പരിശോധന അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം, ഈ ACP പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ രാവിലെ ആകുന്നതിന് മുമ്പ്, വെളുക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം, ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിവരം പോലീസ് കണ്ടെത്തും എന്നുള്ളതാണ് ACP അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം അതിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത്. അതായത് പോലീസിന് ഇക്കാര്യത്തിൽ വലിയൊരു ആത്മവിശ്വാസമുണ്ട്. അവർക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യം ഈ നാളെ രാവിലെ ആകുന്നതിന് മുമ്പ് കണ്ടെത്തും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള കാര്യം ACP പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും അവരും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരച്ചിലിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് വ്യാപകമാക്കിയിട്ടുണ്ട്. ഈ CCTV നിഖിൽ പ്രമേഷ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് പാലക്കാട്. നിഖിൽ, അതായത് നമ്മൾ നേരത്തെ കണ്ട ട്രെയിൻ അതിപ്പോൾ കോയമ്പത്തൂർ വരെ എത്തി, പക്ഷേ അതിനുള്ളിൽ RPF സംഘം ഉണ്ടായിരുന്നു, കുട്ടിയില്ല അല്ലെ പരിശോധനയിൽ? അതെ ഉന്മേഷ്, ഇവിടെ നിന്ന് 4 RPF ഉദ്യോഗസ്ഥരെ ട്രെയിൻ എടുത്ത ശേഷവും പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി എവിടെയെങ്കിലും കുഞ്ഞ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈവശമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 4 ഉദ്യോഗസ്ഥരെ ഈ ട്രെയിനിൽ അയച്ചിരുന്നു. അവർ അവിടെ എത്തുന്നത് വരെയും, അതായത് കോയമ്പത്തൂരിൽ എത്തുന്നത് വരെയും ഈ കുട്ടിക്ക് വേണ്ടിയുള്ള പരിശോധനകൾ അവർ നടത്തി. ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂരിൽ എത്തിയിരിക്കുന്നു. ഇതുവരെയും ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് RPF ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇനി 2:30 അസമിലേക്ക് ഒരു ട്രെയിൻ പാലക്കാട് എത്തുന്നത്. അതിൽ കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത തുലവും കുറവാണ്. കാരണം 7 മണിയോട് കൂടിയാണ് അത് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്പോഴേക്കും തന്നെ ഈ വാർത്ത പരമാവധി പ്രചരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ആ ട്രെയിനിൽ കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നിരിക്കെ പോലും ഒരു സാധ്യതയും ചെറുതായി കാണരുത് എന്നുള്ളത് തന്നെ ആ ട്രെയിനിലും പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് RPF ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി എത്തിച്ചേരാനുള്ള തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ട്രെയിൻ ഈ 2:30 ട്രെയിനാണ്. അതിലും പരിശോധനകൾ ഉണ്ട് എന്നാണ് RPF ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. അഖിൽഷാ അൻസാർ തുടരുന്നുണ്ട്. അഖിൽഷാ, ഇപ്പോൾ ഈ നഗരം കേന്ദ്രീകരിച്ച് നഗരത്തിൽ തന്നെ കുട്ടിയുണ്ട് എന്നുള്ള തരത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം, തെരച്ചിൽ മാറുന്നുണ്ടോ അഖിൽഷാ? ഉന്മേഷ്, അതിനാണ് പോലീസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഈ കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദിശയിലേക്കാണ് ഈ പെൺകുട്ടി പോയത്. അതുകൊണ്ട് തന്നെ ഇത് നഗരപ്രദേശത്തായിരിക്കും കൂടുതലും പോലീസ് അവരുടെ അന്വേഷണം വ്യാപകമായി നടത്തുക. പ്രധാനമായും തിരുവനന്തപുരം നഗരം, പ്രത്യേകിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വ്യാപകമായി നടക്കും. ഒപ്പം ഈ തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകൾ, പ്രത്യേകിച്ച് ഈ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ചില റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടെയുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പരിശോധനയാകും പോലീസ് ഇക്കാര്യത്തിൽ നടത്തുക. അതുകൊണ്ട് തന്നെ ഈ നഗരം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും കൂടുതൽ ശക്തമായി നടക്കുക. പക്ഷേ ഈ പറയുന്ന ഈ കുട്ടി താമസിച്ചിരുന്ന വീട്, ആ വീടിന് പരിസരത്തുള്ള പ്രദേശങ്ങൾ, മറ്റേതെങ്കിലും തരത്തിൽ ഈ പറയുന്ന തൊട്ടുപുറകിലായി റെയിൽവേ ട്രാക്ക് ഉൾപ്പെടെയുണ്ട്, തൊട്ടടുത്ത് കണിയാപുരം റെയിൽവേ സ്റ്റേഷനുണ്ട്, തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ പോലീസ് അന്വേഷണം നടത്തും എന്നുള്ള കാര്യവും അറിയിക്കുന്നുണ്ട്. അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ നഗരപ്രദേശങ്ങളിലാണ്, നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കുട്ടി എങ്ങോട്ടേക്ക് പോയി, അല്ലെങ്കിൽ കുട്ടി റോഡ് ക്രോസ് ചെയ്ത കുട്ടി പിന്നീട് എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ പ്രദേശത്തെ, അതായത് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വേണം അത്തരത്തിൽ ഈ കുട്ടി എങ്ങോട്ടേക്കാണ് പോയത് എന്നുള്ളത് കണ്ടെത്താൻ. ചില നിർണായകമായ ദൃശ്യങ്ങൾ, ചില നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നുവെങ്കിൽ പോലും എന്ത് തരത്തിലുള്ള വിവരമാണ്, എന്ത് തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അവർക്ക് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ACP ഉൾപ്പെടെയുള്ളവർ നമുക്ക് തരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത്. എന്തായാലും നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ വ്യാപകമാക്കുന്നത്. അതായത് ഈ കഴക്കൂട്ടം കഴിഞ്ഞാൽ പല ദിശയിലൂടെ കുട്ടിക്ക് പോകാമെന്നുള്ളതാണ്. അതായത് ഈ കാര്യവട്ടം വഴിയുള്ള
ഒരു യാത്രയാകാം, അതല്ലെങ്കിൽ ഈ പറയുന്ന ബൈപ്പാസിലൂടെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലൂടെയുള്ള യാത്ര. അത്തരത്തിൽ പല ദിക്കിലൂടെ അല്ലെങ്കിൽ പല ദിശയിലൂടെ കുട്ടിക്ക് യാത്ര ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഊടുവഴികളുണ്ട്, ഇടറോഡുകളുണ്ട്. ഇത്തരത്തിൽ വളരെ വിശാലമായൊരു നഗരമാണ് അത്. ഈ വളരെ തിരക്കേറിയ നഗരമാണ്. ഈ നഗരത്തിലൂടെ വേണം കുട്ടി നടന്നു പോകാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അല്ലെങ്കിൽ കുട്ടി എവിടേക്കാണ് പോയത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്. എന്തായാലും അതിൽ പക്ഷേ അവർക്ക് വലിയ ആത്മവിശ്വാസം പോലീസ് കാണിക്കുന്നുണ്ട്. അവർക്ക് നേരത്തെ ACP നമ്മളോട് സംസാരിച്ചപ്പോൾ വെളുക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പോലീസ് നമ്മളോട് സംസാരിച്ചിരുന്നു, ACP നമ്മളോട് സംസാരിച്ചിരുന്നു. ആ ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് നമ്മളടക്കമുള്ളവർ ഇവിടെ നിൽക്കുന്നത്. രാവിലെയോടുകൂടി ഇക്കാര്യത്തിൽ വ്യക്തമായ ചില കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും, ചില തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും ഇവിടെ ഉള്ളത്. ഈ പറയുന്ന ഈ കുട്ടിയുടെ കുടുംബമടക്കം വളരെ സങ്കടത്തിലാണ്, വളരെ വിഷമത്തിലാണ്. നേരത്തെ ഇത്തരത്തിലൊരു ആശ്വാസ വാർത്ത വന്നിരുന്നെങ്കിലും അത് തെറ്റായിപ്പോയി. അതിന് പിന്നാലെ പോലീസിന്റെ പരിശോധനയിലടക്കം ആ കുട്ടിയെ കണ്ടെത്താൻ, ട്രെയിനിൽ നടത്തിയ പരിശോധനയടക്കം കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ കോയമ്പത്തൂർ എത്തിയ ട്രെയിനിലും നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നിലവിൽ നമുക്കറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട പല ട്രെയിനുകളിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. RPF അന്വേഷണം നടത്തിയിട്ടുണ്ട്. ട്രെയിനുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഒപ്പം ഈ പറയുന്ന ബസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തും. രാത്രി ആയതുകൊണ്ട് തന്നെ ചില പ്രതിസന്ധികൾ പോലീസിന് നേരിടേണ്ടി വരും. എന്തായാലും അതൊന്നും കാര്യമാക്കാതെ തന്നെ വളരെ വിപുലമായ ഒരു അന്വേഷണം, പല സംഘങ്ങളായി തിരിഞ്ഞുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കേണ്ടത്. എന്തായാലും 13 വയസ്സുള്ള തസ്മീത് ഇന്ന് രാവിലെ 10:30 ഇവിടെ നിന്ന് കാണാതാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അതായത് രാവിലെ സഹോദരങ്ങളുമായി വഴക്കിട്ടതിന് മാതാവ് ശകാരിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ മാതാവും പിതാവും ഈ തൊട്ടടുത്തുള്ള സ്കൂളിലെ ജോലിക്കായി പോയി. തിരിച്ച് 1 മണിയോടുകൂടി വീട്ടിലെത്തുമ്പോൾ 13-കാരിയായ മകൾ ഇവിടെ ഇല്ല. തൊട്ട് താഴെയുള്ള 2 സഹോദരങ്ങളോട് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല എന്ന മറുപടിയാണ് ഉണ്ടായത്. അതിന് പിന്നാലെ നാട്ടുകാരുടെ സഹായത്തോടെ അടക്കം ഈ പരിസരത്ത് ചില അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. വൈകിട്ടോടുകൂടിയാണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ പിതാവ് എത്തുകയും ഇതിലൊരു പരാതി നൽകുകയും ചെയ്തത്. പിന്നാലെ പോലീസ് ഈ കേസിൽ ഒരു FIR ഇട്ടു. വ്യാപകമായ അന്വേഷണമാണ് ഈ പരിസരത്ത് നടന്നത്. ഇതിന് ചുറ്റുമുള്ള CCTV ദൃശ്യങ്ങൾ മുഴുവൻ എടുത്ത് പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടേതായ ദൃശ്യങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പോലീസ് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന സമയമായിരുന്നു. അതിന് പിന്നാലെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘം ഇവിടെ എത്തുകയും ഈ പ്രദേശത്താകെ പരിശോധന നടത്തുകയും ചെയ്തു. അതിലും മറ്റു തുമ്പുകളൊന്നും കിട്ടിയില്ല. പിന്നാലെയാണ് പോലീസിന് ലഭിച്ച ഒരു നിർണായക CCTV ദൃശ്യം അത് കേസിൽ കുറച്ചുകൂടി വേഗത്തിലുള്ള ഒരു അന്വേഷണത്തിന് വഴിവെച്ചത്. അത് കഴക്കൂട്ടം ഇവിടെ നിന്ന് കുട്ടി നടന്നു പോകുന്ന ദൃശ്യം, ഒപ്പം കഴക്കൂട്ടം ദേശീയപാതയിലേക്ക് എത്തുകയും പിന്നീട് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ റോഡ് മുറിച്ചു കിടക്കുന്ന കുട്ടിയുടെ അടക്കം ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അത് അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. എല്ലായിടത്തും, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും മറ്റെല്ലാ ഇടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടിയെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഉടനടി തന്നെ പോലീസിനെ വിവരം അറിയിക്കണമെന്നുള്ള കാര്യവും ഈ പോലീസുമായി ബന്ധപ്പെട്ട അധികൃതർ അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ മുൻകരുതലുകളും എല്ലാ നടപടിക്രമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം സിറ്റി പോലീസ് നേതൃത്വത്തിലുള്ള വിപുലമായ അന്വേഷണം അത് നഗരപ്രദേശത്തും ഒപ്പം ഈ പറയുന്ന ഈ കുട്ടിയുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിൽ, ഒപ്പം ഈ പരിസരവാസികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും ഒപ്പം പരിസരവാസികളുടെ സഹായം ഉൾപ്പെടെ ഈ അന്വേഷണത്തിൽ തേടിയുള്ള ഒരു തെരച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഉന്മേഷ്, എന്തായാലും രാവിലെയോടുകൂടി ഇതിൽ ഒരു ആശ്വാസ വാർത്ത ഉണ്ടാകാം, അല്ലെങ്കിൽ കുട്ടിയെ കണ്ടെത്താൻ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസും അതുപോലെ തന്നെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരും ഒപ്പം കുട്ടിയുടെ കുടുംബവും ഒക്കെ. അഖിൽഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. നല്ല വാർത്ത വരും, ശുഭവാർത്ത വരും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അഖിൽഷാ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിൻ്റെ പരിശോധന, തിരച്ചിൽ നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും പോലീസിൻ്റെ അന്വേഷണം. രാവിലെ 10 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്ന് കുട്ടി ഒരു സ്കൂൾ ബാഗുമായി ഇറങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ മാതാപിതാക്കൾ ഈ വിവരം അറിയുന്നത് വൈകിയാണ്.
പോലീസിലേക്ക് ഈ വിവരം എത്തുന്നത് വൈകിട്ട് 4 മണിയോടെയാണ്. പോലീസ് പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. 4:30 FIR ഇടുന്നു. തൊട്ടു പിന്നാലെ അന്വേഷണം ആരംഭിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കുട്ടിയുടെ വീട്ടിൽ നേരിട്ട് എത്തി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസിൻ്റെ പരിശോധന നടക്കുന്നു. അതിനിടയിലാണ് ഒരു നിർണായക CCTV ദൃശ്യം പോലീസിന് കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് കുട്ടി സഞ്ചരിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് ആ ഭാഗത്തുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു പോലീസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദൃശ്യങ്ങൾ കൂടി പോലീസ് പുറത്തുവിട്ടു. അത് പരിശോധിച്ച് ചാക്ക ഭാഗത്തേക്ക് കുട്ടി എത്തി എന്ന് പോലീസ് ഇപ്പോൾ പറയുന്നുണ്ട്. അത് രാവിലെ 10:43 ലഭിച്ച ഒരു ദൃശ്യമായിരുന്നു. അതുകൂടി പരിശോധിച്ച ശേഷം പോലീസ് വ്യക്തമാക്കിയത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ സമീപത്തെ ഒരു കടയുടെ മുന്നിലൂടെ കുട്ടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിന്ന് തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും പല സാധ്യതകളുണ്ട്. ഒരുപക്ഷെ നഗരഭാഗത്തേക്ക് പോകാം. ഒന്നുകിൽ കാര്യവട്ടം ക്യാമ്പസിന് മുന്നോടിയുള്ള റോഡിലൂടെ ആ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് നിന്ന് ബൈപ്പാസിലൂടെ തിരുവനന്തപുരം നഗരഭാഗത്തേക്കോ കോവളം ഭാഗത്തേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇടറോഡുകൾ ഒട്ടനവധിയുണ്ട്. ഒരുപക്ഷെ അവിടേക്ക് പോകാം. ഇല്ലെങ്കിൽ അതിനിടയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ റോഡുകളുണ്ട്, ആ പരിസരമുണ്ട്, അവിടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല സാധ്യതകൾ പോലീസ് ഇപ്പോൾ തേടുകയാണ്. പുതിയ CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കുട്ടി എവിടേക്ക് പോയി, കുട്ടി എവിടെ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ് പോലീസിൻ്റെ തിരച്ചിൽ, പരിശോധന, അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ കഴക്കൂട്ടം ACP സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാവിലെയോടെ തന്നെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും, കുട്ടി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിവരത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് കഴക്കൂട്ടം ACP അറിയിച്ചത്. അസമിലേക്ക് കുട്ടി പോയിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കുട്ടി അസം സ്വദേശിയാണ്. അവിടെ നിന്ന് മാതാപിതാക്കളൊപ്പമാണ് എത്തിയത്. നാട്ടിലെത്തിയത് അധികം നാളായിട്ടില്ല. അതുകൊണ്ടൊരു പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അസമിലേക്ക് പുറപ്പെട്ട ട്രെയിനിൽ കുട്ടി ഉണ്ടോ എന്നുള്ള തരത്തിൽ സംശയം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നു. കുട്ടിയെ ആ ട്രെയിനിൽ കണ്ടതായി റിപ്പോർട്ടുകൾ വന്നു, കുട്ടിയെ കിട്ടിയതായി റിപ്പോർട്ടുകൾ വന്നു. പക്ഷേ അത് ശരിയല്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിൻ എത്തിയപ്പോൾ നടന്ന പരിശോധന കണ്ടതാണ്. ആ ട്രെയിനിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അല്പസമയം മുൻപ് നിഖിൽ പ്രമേശ് വ്യക്തമാക്കിയ കാര്യം, ആ ട്രെയിൻ ഇപ്പോൾ കോയമ്പത്തൂർ എത്തിയിരിക്കുന്നു. പാലക്കാട് നിന്ന് കയറിയ 4 RPF ഉദ്യോഗസ്ഥർ ആ ട്രെയിനിലുണ്ടായിരുന്നു. പാലക്കാട് നിന്ന് കോയമ്പത്തൂർ എത്തുന്നതുവരെ അവർ ആ ട്രെയിനിൽ തിരച്ചിൽ നടത്തി. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ ട്രെയിനിൽ കുട്ടിയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് RPFും പോലീസും ഒക്കെ എത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? കാരണം രാവിലെ 10 മണിയോടെ വീട്ടിൽ നിന്ന് പോയ കുട്ടിയാണ്. കുട്ടിയെ ആക്കുളം ഭാഗത്ത് കണ്ടു എന്നുള്ള തരത്തിൽ ഒരു യുവതിയുടെ വെളിപ്പെടുത്തലുണ്ടായി. പോലീസിനോട് യുവതി അക്കാര്യം പറഞ്ഞു. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് അക്കാര്യം അറിയിച്ചു എന്നാണ് ആ യുവതി പറഞ്ഞത്. ആ യുവതിയോട് 24 സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോൾ യുവതി പറഞ്ഞത് തനിക്കത് ഉറപ്പില്ല, 100% ഉറപ്പില്ല, 75% വരെ ഉറപ്പുണ്ട്, അത് ആ കുട്ടിയാണ് എന്നാണ് തോന്നുന്നത്. കയ്യിലൊരു ബാഗൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആ യുവതിയും പറയുന്നുണ്ട്. പക്ഷേ പോലീസ് പിന്നീട് അത് പരിശോധിച്ച ശേഷം വ്യക്തമാക്കിയ ഒരു കാര്യം, അങ്ങനെ ആക്കുളം ഭാഗത്തേക്ക് കുട്ടി എത്താനുള്ള സാധ്യതയില്ല എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ ആ നിലയ്ക്ക് കൂടി ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരിക്കും. കാരണം ആ ട്രെയിനിൽ കുട്ടിയില്ല എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമാകുന്ന, ഉറപ്പിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയെങ്കിൽ മറ്റ് എവിടെയൊക്കെ കുട്ടി എത്തിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ആക്കുളത്തേക്ക് കുട്ടി എത്തണമെങ്കിൽ അത് വൈകിട്ട് 5:30 കണ്ടു എന്നാണ് യുവതി പറഞ്ഞത്. രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയാണ്. കുട്ടിയുടെ കയ്യിലധികം പൈസയൊന്നുമില്ല, 50 രൂപ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് വീട്ടുകാർ പോലീസ് നൽകിയ വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അധികം ദൂരം കുട്ടി പോകാനുള്ള സാധ്യതയില്ല. മറ്റൊരു കാര്യം, കുട്ടിക്ക് ഈ മലയാള ഭാഷ അത്ര നന്നായി സംസാരിക്കാൻ കഴിയില്ല. ഏറെക്കുറെ അവരുടെ ഭാഷ അസമീസ്, അങ്ങനെ ആ ഭാഷ മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ കുട്ടിക്ക്. മറ്റു ഭാഷകളിൽ പ്രാവീണ്യമില്ല. അതുകൊണ്ട് ആ നിലയ്ക്ക് കൂടി ഒരു ആശയവിനിമയം നടത്തി കുട്ടിക്ക് അധിക ദൂരം പോകാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ട്, ചോദ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയും കുട്ടി എവിടെയാണുള്ളത്? അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ ക്രോസ് റോഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നത്. അതോ ഇനി തിരുവനന്തപുരം നഗരത്തിൽ തന്നെ എവിടെയെങ്കിലും കുട്ടി മറഞ്ഞിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നഗരഭാഗത്ത് എവിടെയെങ്കിലും തന്നെ കുട്ടി ഇപ്പോഴും ഉണ്ടോ എന്നുള്ള തിരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട്. ഇതിനൊക്കെ പോലീസിനുള്ള ഏക ഒരു വഴികാട്ടി എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങളാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട 3 CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞു. ഒടുവിൽ ലഭ്യമായ CCTV ദൃശ്യം ഇന്ന് രാവിലെ 10:41 CCTV ദൃശ്യമാണ്. അത് കഴക്കൂട്ടത്തെ ഒരു പോലീസ് സ്റ്റേഷന് മുൻപിലുള്ള CCTV ദൃശ്യമാണ്. അത് പരിശോധിച്ച ശേഷമാണ് നഗരഭാഗത്തേക്കാണ് കുട്ടി പോയിരിക്കുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. അല്പസമയം മുൻപ് കഴക്കൂട്ടം ACP പറഞ്ഞത് രാവിലെയോടെ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാമെന്നുള്ളതാണ്. അതായത് കുട്ടിയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കഴക്കൂട്ടം ACPയും ഇപ്പോൾ പുലർത്തുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി, ശുഭവാർത്തയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കുട്ടി കാണാമറയത്ത് തന്നെയാണ്.
രാവിലെ 10 മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടിയെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പോലീസ് ഈ വിവരം അറിഞ്ഞതും പോലീസിനൊരു പരാതി ലഭിക്കുന്നതും വൈകിട്ട് 4 മണിയോടെയാണ്. 4:30 FIR ഇട്ട് 5 മണിയോടെയൊക്കെ പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചതാണ്. അങ്ങനെ പോലീസിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ട് ഒരു 7-8 മണിക്കൂറാകുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. പക്ഷേ കാര്യമായ വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ കുട്ടി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ CCTV ദൃശ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് കുട്ടി എവിടേക്ക് പോയി, ഏതു ഭാഗത്തേക്ക് സഞ്ചരിച്ചു എന്നുള്ളത് പോലീസ് ഇപ്പോൾ ഏറെക്കുറെ അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നുണ്ട്. കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷന് സമീപത്ത് കുട്ടി എത്തിയതായി പോലീസിന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. കാരണം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് സമീപത്തെ ഒരു കടയുടെ മുന്നിലൂടെ കുട്ടി കടന്നു പോകുന്ന ദൃശ്യം അതിപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. റൗണ്ട് ചെയ്ത് കാണിക്കുന്ന ദൃശ്യം അതായിരുന്നു. ഇത് ആദ്യ CCTV ദൃശ്യമാണ്. ആദ്യ CCTV ദൃശ്യങ്ങളിൽ കുട്ടി എവിടേക്ക് പോകണം എന്നറിയാതെ കുഴങ്ങുന്നതായി കാണാം. കാരണം അല്പദൂരം നടന്നു വന്നതിന് ശേഷം കുട്ടി വീണ്ടും പിന്തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ കൃത്യമായി ആ പ്രദേശത്തെക്കുറിച്ചൊരു ധാരണയില്ല കുട്ടിക്ക്. പക്ഷേ കുട്ടി ഒരു ഭാഗത്തേക്ക് വരുന്നു, പിന്നീട് പിന്തിരിഞ്ഞ് നടക്കുന്നു, പിന്നീട് സംശയിച്ച് നിൽക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായി. അതിനുശേഷമാണ് റോഡിനോരം ചേർന്ന് കുട്ടി നടന്നു നീങ്ങുന്നത്. അതിനുശേഷമുള്ള 2 CCTV ദൃശ്യങ്ങൾ കൂടി പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. എവിടെയാണ് ഈ 13 വയസ്സുകാരി ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. CCTV ദൃശ്യങ്ങളാണ് പോലീസിന് മുൻപിലുള്ളത്. ഈ ചിത്രം, കുട്ടിയുടെ ഈ ചിത്രം നേരത്തെ തന്നെ വൈകുന്നേരം മുതൽ തന്നെ പുറത്തുവിട്ടതാണ്. അങ്ങനെ ആ ചിത്രം കണ്ടിട്ട് ആരെങ്കിലും പോലീസിന് പുതിയ വിവരങ്ങൾ കൈമാറിയതായി അറിയാൻ കഴിയുന്നില്ല. ഒരു യുവതി ഈ കുട്ടിയെ കണ്ടതായി പോലീസിനെ അറിയിച്ചു എന്നത് മാത്രമാണ് നമ്മുടെ പക്കലുമുള്ള വിവരം. അത് നമ്മൾ നേരത്തെ തന്നെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നു. പക്ഷേ പോലീസ് പറയുന്നത് അങ്ങനെ വൈകിട്ട് 5:30 ആക്കുളത്ത് ഈ കുട്ടിയെ കണ്ടതായി ആ യുവതി പറയുന്നത് ശരിയാകാൻ സാധ്യതയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട പരിശോധന കൂടി ഇപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കുട്ടി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയെക്കുറിച്ച്, കുട്ടി എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് പോലീസിൻ്റെ കയ്യിൽ ഇപ്പോൾ കൃത്യമായി വിവരമില്ല. പക്ഷേ കുട്ടി സഞ്ചരിച്ച പാതയെക്കുറിച്ച് പോലീസിന് ഇപ്പോൾ സൂചനകളുണ്ട്. കഴക്കൂട്ടത്ത് പോലീസ് സ്റ്റേഷന് സമീപത്ത് വരെ കുട്ടി എത്തിയതായി പോലീസിന് ഇപ്പോൾ ഏറെക്കുറെ വിവരമുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം, പരിശോധന നടക്കുന്നത്. കുട്ടി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധന നടക്കുന്നുണ്ട്. കുട്ടി ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകും. പോലീസ് ആ നിലയ്ക്കും ഒരു ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട്. മറ്റൊന്ന്, നിരവധി ഇടറോഡുകളുണ്ട് ഈ കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക്, നഗരഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏത് വഴിക്ക് കുട്ടി സഞ്ചരിച്ചു? ചാക്ക ഭാഗത്തേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും ഇടറോഡുകളുണ്ട്. ഒരുപക്ഷെ ഇനി കുട്ടി കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലൂടെ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലൂടെ ആ നിലയ്ക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ? അതോ ഇനി കഴക്കൂട്ടത്ത് നിന്ന് അവിടെ നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസിലൂടെ മറുഭാഗത്തേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് വേണം കുട്ടി എവിടെയുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തസ്മീദ് ഷംസിനായുള്ള വ്യാപക തെരച്ചിലാണ് തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് ഇപ്പോൾ ഉള്ളത്. പോലീസിൻ്റെ അന്വേഷണം, പോലീസിൻ്റെ തിരച്ചിൽ, പോലീസിൻ്റെ പരിശോധന അത് ഈ പുലർച്ചെയും നടക്കുന്നു എന്നുള്ളതാണ്. VA ഗിരീഷ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഗിരീഷ്, ഈ 3 നിർണായക CCTV ദൃശ്യങ്ങൾ അത് പോലീസിന് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെയോടെ കൂടുതൽ കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്ന് ACP അല്പസമയം മുൻപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഗിരീഷ്, ഈ നഗരത്തിലേക്ക്, നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്കാണോ ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്? ഗിരീഷ്, ഉന്മേഷ പെൺകുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടം ജംഗ്ഷനിലാണ്. ഇവിടെ പോലീസ് സംഘം വിവിധ ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട്, വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലും പരിശോധന നടത്തുകയാണ്. കാരണം ഏതെങ്കിലും കടകളോ അല്ലെങ്കിൽ ഈ പണിതീരാത്ത ഏതെങ്കിലും കെട്ടിടങ്ങളോ ഇവിടെ എങ്ങാനും കുട്ടി തങ്ങുന്നുണ്ടോ, അതോടൊപ്പം തന്നെ നിരവധി ഓവർ ബ്രിഡ്ജുകളുള്ള ഒരു സ്ഥലമാണ് ഈ കഴക്കൂട്ടം. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് എവിടെയെങ്കിലും കുട്ടിയുണ്ടോ? കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. കുട്ടി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. കാരണം ട്രെയിനിൽ കയറി പോയിട്ടില്ല എന്ന ഒരു സംശയം പോലീസിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരു വിശദമായ പരിശോധനയ്ക്ക് തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് സംഘങ്ങൾ പോലീസിനെ വിവിധ സംഘങ്ങളായി തിരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന ഇപ്പോൾ ഈ സമയത്തും ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴക്കൂട്ടത്ത് മാത്രമല്ല, വിവിധ പ്രദേശങ്ങളിൽ പോലീസ് സംഘങ്ങളുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്.
പുരോഗമിക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഉൾപ്പെടെ പോലീസിൻ്റെയും RPFിൻ്റെയും നേതൃത്വത്തിലുള്ള പരിശോധന നടന്നിരുന്നു. അതോടൊപ്പം ഈ കഴക്കൂട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 2 സ്റ്റേഷനുകൾ മാത്രമാണുള്ളത്. അത് കൊച്ചുവേളിയും പേട്ട സ്റ്റേഷനുമാണ്. ഈ സ്റ്റേഷനുകൾ ഉൾപ്പെടെ പോലീസിൻ്റെ വിശദമായ പരിശോധന ഉണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് റോഡുകളിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള പോലീസിൻ്റെ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. കാരണം ഏതെങ്കിലും ഭാഗത്ത് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പറ്റുമോ, ഈ രാത്രി തന്നെ ശേഖരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതോടൊപ്പം ദേശീയപാതയിലും അതോടൊപ്പം ബൈപ്പാസ് റോഡിലും എല്ലാം തന്നെ പോലീസിൻ്റെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കാരണം നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ കണ്ടെത്തണം എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിലപാട്. ഇതനുസരിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ ഓരോ ഭാഗത്തും പുരോഗമിക്കുകയാണ്. ഉന്മേഷ്.